വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടാനിഷ്ടങ്ങളും അതിനെല്ലാം അപ്പുറമായി രാഷ്ട്രീയം. ഞാനിപ്പോൾ ഇത് പറയുന്നതിൻ്റെ കാരണം വേണോ മീഡിയ വണ്ണിൻ്റെ ക്യാമറാമാനും അതുപോലെ തന്നെ മീഡിയ വണ്ണിൻ്റെ മറ്റൊരു സുഹൃത്തും ഇവിടെ ഇരിക്കുന്ന ഈ വീട്ടിൽ എൻ്റെ പിതാവ് സഖാവ് അനിരുദ്ധനോടൊപ്പം ഭക്ഷണം നിരവധി തവണ വന്ന് കഴിച്ചിട്ടുള്ളൊരു നേതാവാണ് ആര്യടം മുഹമ്മദ് സാറ്. ഞാനന്ന് 18 വയസ്സ് പോലുമില്ല. അദ്ദേഹത്തിന് ഭക്ഷണം വെച്ച് വിളമ്പിക്കൊടുക്കുകയും ആ പാത്രം എൻ്റെ കൈകൊണ്ട് കഴുകുകയും പലതവണ ചെയ്തിട്ടുള്ളതാണ്. ആര്യടം മുഹമ്മദ് സാറിനെ അന്ന് ഞാൻ വിളിച്ചിട്ടുള്ളൂ, പിന്നെയും ഞാൻ വിളിച്ചിട്ടുള്ളൂ. രാഷ്ട്രീയമായി എതിർചേരിയിൽ നിൽക്കുമ്പോഴും അങ്ങേയറ്റം വിമർശിച്ചിട്ടുള്ളപ്പോഴും അങ്ങനെ തന്നെയാണ്. ഞാൻ പാർലമെൻറ്റ് അംഗമായതിന് ശേഷവും അങ്ങനെ തന്നെയാണ്. അദ്ദേഹം 1980 LDFിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം മന്ത്രിയാകുമ്പോൾ നിയമസഭാ അംഗം അല്ല, അദ്ദേഹത്തെ നിർത്തി മത്സരിപ്പിച്ചു. അന്ന് മത്സരിക്കുമ്പോൾ ഇന്ന് ഈ കോൺഗ്രസിൻ്റെ തന്നെ പല നേതാക്കളും ചോദിച്ചൊരു ചോദ്യമുണ്ട്. സഖാവ് കുഞ്ഞാലിയുടെ രക്തസാക്ഷിത്വവുമായി ബന്ധപ്പെട്ടാണിത് ചോദിച്ചത്. അന്ന് സഖാവ് EMS പറഞ്ഞൊരു മറുപടിയുണ്ട്. സഖാവ് കുഞ്ഞാലി ജീവിച്ചിരുന്നെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ എന്ത് നിലപാടെടുക്കുമായിരുന്നു എന്ന ചോദ്യം ആ കുഞ്ഞാലി എന്ന നേതാവിനെ, സഖാവിനെ, പൊതുപ്രവർത്തകനെ, ആ മനുഷ്യനെ അടുത്തറിയാവുന്ന എല്ലാവരും അത് ഹൃദയത്തിലേക്ക് ഉൾക്കൊണ്ടുകൊണ്ട് അതായിരുന്നു അന്ന് ആര്യടം മുഹമ്മദ് സാറിൻ്റെ ഉപതെരഞ്ഞെടുപ്പിലെ വിജയം അന്നുണ്ടാക്കിയത്. അത് കോൺഗ്രസിൻ്റെ വിജയമായി അങ്ങ് കണക്കിലൊന്നും പെടുത്തേണ്ടതില്ല. തീരുന്നില്ല. ഈ മണ്ഡലത്തിൽ CPM വിജയിച്ചിട്ടില്ല എന്നാണോ? ഒരു തവണയോ അല്ല 2 തവണയോ ചുറ്റിക്കാരുവാൾ നക്ഷത്രം വിജയിച്ചിട്ടില്ല എന്നുള്ളതാണോ? ഈ തെരഞ്ഞെടുപ്പ് അവിടെ ഉണ്ടായി. ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമ്പോൾ ശ്രീ PV അൻവർ ഒരു CPMകാരനൊന്നും അല്ല. അദ്ദേഹം ആ നാട്ടുകാർ അവിടെ വന്ന് മത്സരിക്കുന്നു. അതിന് മുമ്പുള്ളൊരു തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിക്കുന്നു. ആ നാട്ടുകാരനായിട്ടുള്ള എല്ലാവരെയും അറിയാവുന്ന, അതിന് മുമ്പ് മാസങ്ങൾക്ക് മുമ്പ് തന്നെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നതായ കോൺഗ്രസിൻ്റെ നേതാവിനെ അദ്ദേഹം പരാജയപ്പെടുത്തുന്നു. അടുത്ത തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിൻ്റെ നേതാവിനെ തന്നെ പരാജയപ്പെടുത്തുന്നു. LDFിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് പരാജയപ്പെടുത്തുന്നത്. ഇനി LDFിനെ വെല്ലുവിളിച്ചുകൊണ്ട് അല്ല CPMനെ വെല്ലുവിളിച്ചുകൊണ്ട് അത്തരത്തിൽ പല ആളുകളും വിട്ടുപോയിട്ടുള്ളത് അത്തരത്തിൽ നേതാക്കളായിട്ടുള്ളവരടക്കമുണ്ട്. ഞാനിപ്പോൾ ശ്രീ MV രാഘവനെ അല്ലെങ്കിൽ സഖാവ് KR ഗൗരിയമ്മയെ അങ്ങനെ ഉദ്ദേശിച്ച് പറയുന്നത് മാത്രമായി നിങ്ങൾ കണക്കാക്കണ്ട. CPMന് ഇന്ത്യയിൽ ആദ്യമായൊരു മേയർ ഉണ്ടായത് തിരുവനന്തപുരം നഗരത്തിലായിരുന്നു. ആ തിരുവനന്തപുരം നഗരത്തിൽ അന്ന് മേയറായിരുന്ന ആൾ പിന്നീട് ആറ്റിങ്ങൽ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് വിജയിക്കുകയും ചെയ്തു. MLA ആയിരുന്നു. CPMന് വിപ്ലവം പോരാ എന്ന് പറഞ്ഞ് പാർട്ടിയെ ആ വിധത്തിൽ തള്ളിപ്പറഞ്ഞു കൊണ്ടുപോയി. കോസല രാമദാസ് എന്നാണ് പേര്. എവിടെ എത്തി എന്ന് ചോദിച്ചാൽ വേണു രാഷ്ട്രീയം നന്നായി അറിയുമല്ലോ. ശ്രീ സെൽവരാജ് ഈ പാർട്ടിയെ വെല്ലുവിളിച്ചുകൊണ്ട്, ഈ പാർട്ടിക്കെതിരായി പലതും പറഞ്ഞുകൊണ്ട് അത്തരത്തിൽ UDFിൻ്റെ ക്യാമ്പിലേക്ക് പോയി. ഇന്ന് എവിടെയാണ് അദ്ദേഹം എന്നുള്ളതിനെ സംബന്ധിച്ച് ഇന്ന് UDFിലെ അല്ല, ഇന്ന് കോൺഗ്രസിൻ്റെ നേതാക്കൾക്ക് പോലും അറിയില്ല, അദ്ദേഹത്തിനും അറിയില്ല. ഇവിടെ വാസ്തവത്തിൽ ഒരു പുതിയ പദപ്രയോഗവുമായി UDF വരികയാണ്. പിണറായിസം എന്നുള്ള നിലയിലേക്ക്. മാർക്സിസം എന്നത്, ലെനിനിസം എന്നത്, സ്റ്റാലിനിസം എന്നത്, അതുപോലെ ഇപ്പോൾ പിണറായിസം എന്നുള്ളത് ഈ വിധത്തിൽ ആക്ഷേപിക്കാനാണെങ്കിലോ അധിക്ഷേപിക്കാനാണെങ്കിലോ എന്ത് വേണമെങ്കിലും അങ്ങനെ ആയിക്കൊള്ളുക, കുഴപ്പമില്ല. സഖാവ് പിണറായി വിജയനെക്കുറിച്ച് ഞാൻ ഒരു കാര്യം പറയാം. തൻ്റേതായ വ്യക്തിപരമായ ഒരു തീരുമാനം ഭരണതലത്തിൽ അങ്ങനെ എടുക്കുന്ന ഒരു മനുഷ്യനല്ല, ഒരു നേതാവല്ല, ഒരു ഭരണാധികാരിയല്ല. ബന്ധപ്പെട്ട രാഷ്ട്രീയ സംഘടനാ വേദികളിൽ അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്ത് തീരുമാനമെടുത്ത് ആ തീരുമാനം നിശ്ചയദാർഢ്യത്തോടുകൂടി നടപ്പാക്കുന്നയാളാണ്. ഇവിടെ CPM LDFിന് നേതൃത്വം നൽകുന്നു എന്നുള്ളത് ശരി തന്നെയാണ്. ഒരു തവണ അധികാരത്തിൽ വന്ന ആ ഗവൺമെൻറ് അത് കഴിഞ്ഞ് വീണ്ടും അധികാരത്തിൽ വന്ന് ഒരിക്കലും വരില്ല എന്നും കേരളത്തിൽ അത്തരത്തിൽ വന്നത് നടാടെയാണ് എന്നുള്ളത് ഇപ്പോൾ ആ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് സെമിഫൈനലാണ്. അതുകൊണ്ട് LDF പരാജയപ്പെടുമെന്ന് ശ്രീ നൗഷദ് അലി അടക്കം ഇവിടെ ശ്രീകുമാർ അടക്കമുള്ള ആളുകൾ ചർച്ചയിൽ പറഞ്ഞതാണ്. അത് കഴിഞ്ഞിട്ട് പറയുകയുണ്ടായി, ഒരു കാരണവശാലും 5 കൊല്ലം എന്നുള്ളതിൽ പിന്നെ മറിയുകയല്ലാതെ ഇനി എന്തൊക്കെ കരൾ പറിച്ചു കൊടുത്താലും നിങ്ങൾ ഒരിക്കലും ജയിക്കില്ലല്ലോ എന്നുള്ളത് അപ്പോഴും വന്നു. ഇപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അടക്കമുള്ള കേന്ദ്ര ഏജൻസികളെ കെട്ടഴിച്ച് വിട്ട് വേട്ടപ്പട്ടികളെ പോലെ ഇത്തരത്തിൽ ഈ പറയുന്നതിനെല്ലാം കോൺഗ്രസ് കയ്യടിച്ച് സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ശ്രീകുമാർ ചോദിക്കുന്നൊരു ചോദ്യം, എന്തേ CPM സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചില്ല എന്ന്. CPMൻ്റെ നയം, പരിപാടി, സമ്മേളനം, സംഘടനാപരമായ അതിൻ്റേതായിട്ടുള്ള ചർച്ചകൾ, അവിടെ എന്ത് നടക്കണം എന്ന് കോൺഗ്രസ്സുകാർ തീരുമാനിക്കും, വീക്ഷണം പത്രം തീരുമാനിക്കും എന്ന് വല്ലാതെ ശാഠ്യം പിടിച്ചാൽ ഞങ്ങളൊരു വലിയ ആന പോലെ വളർന്നൊരു പാർട്ടിയും പടവലങ്ങ പോലെ വളർന്നൊരു പാർട്ടിയും അല്ല എങ്കിലും ഞങ്ങളുടെ പാർട്ടിക്ക് അതിൻ്റേതായിട്ടുള്ളൊരു സംഘടനാപരമായ ചട്ടക്കൂടും ആ പാർട്ടിയുടെ പരിപാടിയും ഭരണഘടനയും അനുസരിച്ച് 3 കൊല്ലത്തിലൊരിക്കൽ സമ്മേളനങ്ങൾ നടക്കുകയും ആ സമ്മേളനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആരെയും മുകളിൽ നിന്ന് കെട്ടിയിറക്കി നോമിനേറ്റ് ചെയ്ത് വന്നതൊന്നുമല്ല.